എന്റെ പ്രാണത്യാഗം കൊണ്ട് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ തീരില്ലെന്ന് ദേവിക്ക് അറിയില്ലേ? ആ കൊറിയർ കമ്പനി ഏതാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് അവിടെ പോയി അത് വാങ്ങായിരുന്നു. അതും അറിയില്ല. അദ്ദേഹത്തെ ഒന്ന് കാണാനും കഴിയുന്നില്ല. ഒന്ന് വിളിക്കാന്ന് വെച്ചാ എപ്പോഴും ചേച്ചി കൂടെയുണ്ട്. നാളെ അതിൽ വെച്ച നമ്പറിൽ നിന്ന് ചേച്ചിയെ വിളിച്ച അപശകുനം കാണിച്ചു തന്നല്ലോ. എന്നെ കൈവിട്ടോ ദേവി? ഗുഡ് മോർണിംഗ്. ചായ. സോറി. മുഖം കറുപ്പിച്ചാണല്ലോ നിൽപ്പ്. എന്തു പറ്റി? ഇന്നലെ ചേച്ചിയും കുട്ടി എവിടേക്കാ പോയത്? ഞാൻ പ്രതീക്ഷിച്ചു അത് നിന്റെ കാതിൽ എത്തുമെന്ന്. സ്റ്റുഡിയോയിലും അമ്പലത്തിലും മാത്രം ആക്കിയത് എന്തിനാ? ചേച്ചിയും കൊണ്ടെന്റെ വീട്ടിലും കൂടെ പോവായിരുന്നില്ലേ? അതിനുള്ള ടൈം കിട്ടിയില്ല. നിങ്ങൾക്കിതൊരു തമാശയാണെന്ന് എനിക്കറിയാം. അല്പമെങ്കിലും കാര്യഗൗരവം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും എന്നെ കൊണ്ട് ഈ വീട്ടിലേക്ക് വരുമായിരുന്നോ? എന്നിട്ട് ചേച്ചി ആവശ്യപ്പെട്ടപ്പോ എന്റെ കഴുത്തിലെ താലി കെട്ടിയ ആളെ അന്വേഷിച്ച് ഫോട്ടോ എടുത്ത സ്റ്റുഡിയോക്കാരനെ കാണാൻ പോയിരിക്കുന്നു. സ്റ്റുഡിയോക്കാരനെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതാം. പക്ഷെ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? അയ്യോ, അതിന് ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. വണ്ടിയിലിരുന്ന് സ്റ്റുഡിയോക്കാരനെ വിളിച്ച് ഫോട്ടോ കൊടുക്കരുതെന്നും പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് പോയേ പറ്റൂ. നീ ചൂടാവാതെ. എനിക്ക് സ്വാതിയുടെ കൂടെ പോവാതിരിക്കാനാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവൾ കേൾക്കില്ലല്ലോ. അവൾ തനിയെ പോയിരിക്കും. ഈ വിഷയത്തിൽ സ്വാതിയെ നിരുത്സാഹപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നീട് അവൾ ഒന്നും എന്നോട് ഷെയർ ചെയ്യൂല. അവിടെ വെച്ച ആ ചന്ദ്രൻ പിള്ളയെ ഞാൻ കണ്ടു. കല്യാണ ആൽബം വീട്ടിലുണ്ട്, എടുത്തോണ്ട് വരാന്നും പറഞ്ഞ് അയാൾ പോയ നേരത്ത് സ്വാതിയും കൊണ്ട് ഞാൻ സ്ഥലം വിട്ടു. അയാൾ ആൽബമായിട്ട് ക്ഷേത്രത്തിൽ വന്നില്ലേ? ചേച്ചി അപ്പൊ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ സമയം. ആകെയുള്ള തെളിവ് ആ ആൽബം. അത് വാങ്ങാതെ ചേച്ചിയും കൂട്ടി എവിടുന്ന് സ്ഥലം വിട്ടു. അത് ദിനേശൻ ഞങ്ങൾ ഇവിടെ തൊഴാൻ വന്നോണ്ടാ ഞങ്ങൾ വേഗം പോകുന്നത്. നീ സമാധാനമായിട്ടിരിക്ക്, കൂൾ ഡൗൺ. ഞാൻ കഴിയുന്നതും വേഗം ചന്ദ്രൻ പിള്ളയെ പോയി കണ്ട് ആൽബം വാങ്ങിച്ചോളാം. ഇന്ന് തന്നെ പോയാലും നന്നായിരിക്കുമെന്നാ ഞാൻ കരുതുന്നത്. ആ ആൽബം അവിടെ ഇരിക്കുന്നത് അപകടമാണ്. അയ്യോ, എന്നോട് ഇത് ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയത് നന്നായി. അല്ലായിരുന്നെങ്കിൽ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോ അയാൾ ആൽബം ഇങ്ങോട്ട് അയച്ച വിവരം പറഞ്ഞ് തിരിച്ചു വിട്ടേനെ. ഇങ്ങോട്ട് അയച്ചെന്നോ? ഉറങ്ങിക്കിടന്നവരെ വിളിച്ചുണർത്തി വിട്ടതിന്റെ ശിക്ഷയാ ഇനി അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആൽബം വാങ്ങാതെ പോന്നപ്പോ അത് ഇവിടുത്തെ അഡ്രസ്സിൽ ചന്ദ്രമാമ കൊറിയർ ചെയ്തിരിക്കാം. ഇന്നലെ ചന്ദ്രമാമ എന്നെ വിളിച്ചു പറഞ്ഞു. ചതിച്ചോ? ഏത് കൊറിയറിലാണ് അയച്ചിരിക്കുന്നത്? നീ ചോദിച്ചോ? കൊറിയർ ചെയ്തത് മറ്റൊരാളാ. ചന്ദ്രമാമിക്ക് ഏത് കൊറിയറാന്ന് പോലും അറിയില്ല. കൊറിയർ ഇവിടുത്തെ ഓഫീസിലെത്തിയാ ഉറപ്പായി ലൊക്കേഷൻ അറിയാൻ അവര് വിളിക്കും. നിന്റെ ഫോൺ നമ്പറല്ല അതിൽ വെച്ചിട്ടുള്ളത്. നീ അവരോട് പറയണം ഓഫീസിൽ വന്ന് വാങ്ങിച്ചോളാന്ന്.
ഉടൻ നീ എന്നെ വിവരം അറിയിച്ചാ മതി. ഞാനൊരു സ്റ്റാഫിനെ വിട്ട് ആൽബം വാങ്ങിച്ചോളാം. അവര് വിളിക്കുന്നത് എന്റെ നമ്പറിലാണോ ചേച്ചിയുടെ നമ്പറിലാണോ എന്ന് ദൈവത്തിനെ അറിയൂ. എന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിലോ എന്ന് കരുതി ചേച്ചിയുടെ നമ്പരും വെച്ചിട്ടുണ്ട്. സ്വാതിയുടെ നമ്പർ അയാൾക്ക് എങ്ങനെ അറിയാം? ശ്രീജയെടുത്ത് ഇവിടെ വന്നപ്പോ വാങ്ങിക്കാണും. അത് ചന്ദ്രമാമയ്ക്കും പറഞ്ഞു കൊടുത്തു. സ്വാതി അവര് വിളിക്കാനുള്ള സാധ്യത 10% ഉള്ളൂ. ആദ്യത്തെ നമ്പർ നിന്റേതാണെങ്കിൽ അതിലായിരിക്കും അവര് വിളിക്കുക. ഇന്ന് ഫോൺ എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. റൂമിൽ വെച്ച് മറന്നു പോവല്ലേ. ഇനി സ്വാതി അവര് വിളിച്ചാലും അതിനുള്ളിൽ എന്താണെന്ന് അവൾക്കറിയില്ല. നിനക്കാരോ എന്തോ അയച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി അവള് വന്ന് പറയും. അത് ആ നിമിഷം തന്നെ നീ എന്നെ അറിയിക്കണം. 10 മണിക്കും 12 മണിക്കും ഇടയിലാവും വിളി വരുന്നത്. നീ സ്വാതിയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം. ദേ ഒരു ബോംബാ വരാൻ പോകുന്നത്. നീ ടെൻഷൻ ആവണ്ട. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ പോയിട്ട് ഈ സിറ്റിയിൽ അറിയാവുന്ന കൊറിയർ സർവീസുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തോളാം. ചിലപ്പോ ഇന്ന് ഇവിടെ എത്തിയില്ലെന്നും വരും. നീ ചെല്ല്. നിക്ക്. നീ നിന്റെ സഹോദരനെ രക്ഷിക്കാൻ 10 ലക്ഷം രൂപ വാങ്ങിയല്ലോ. അത് എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണ്ടേ? ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. ബാങ്കിൽ വന്ന് അതുപോലെ ചെയ്യാം. അല്ല, നിന്റെ ആ ബ്രദറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാ? വല്ല ചേഞ്ചും വന്നിട്ടുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ ആ ആങ്ങള ഭക്തിമാർഗം സ്വീകരിച്ച് ക്ഷേത്രത്തിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പെരുവണ്ണാപുരം ദേവീക്ഷേത്രത്തിലും എത്തിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയും തന്ന് നിന്നെ വിടാൻ നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഞ്ജയ് പണിക്കർ മണ്ടനാണെന്ന് കരുതിയോ? നിന്റെ പിന്നാലെ ഞാനുണ്ടായിരുന്നു. പണം കൊടുത്ത് നീ അയാളെ റിലീസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ മറഞ്ഞു നിന്ന് ഞാൻ കണ്ടതാ. നിങ്ങൾ പോയതിനു ശേഷം ഞാൻ അവരെ കാര്യമായി ഒന്ന് പരിചയപ്പെടുകയും ചെയ്തു. ഒരു ദേഷ്യം ദിനേശ്വരനോട് തോന്നല്ലേ? ഇവിടെ ആരോടും പറയണ്ട. ഞാൻ കാത്തിരിക്കുക. അയാൾക്കൊരു മാറ്റം വന്നെങ്കിൽ ഞാനത് ക്ഷമിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും ചെയ്ത നല്ല കാര്യമായി നിന്നോടുള്ള കടപ്പാട് കൂടും. അതല്ല, അയാൾ പഴയ വഴിക്കാണെങ്കിൽ പിന്നെ ആ വൃത്തികെട്ടവൻ ഈ വീട്ടിലുണ്ടാവില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തുറന്നടിച്ചിട്ടേ പടിക്ക് പുറത്താക്കൂ. നീ ചെല്ല്. ഹലോ ചന്ദ്രമാമേ, ഞാൻ ലച്ചുവാ. ഞാൻ അറിയാത്ത ചന്ദ്രമാമ ആരാ അമ്മൂന്? രഹസ്യമായിട്ട് സംസാരിക്കാനാ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ മോളെ, ഞാനിന്ന് വിളിക്കായിരുന്നതാ. എന്നൊന്ന് വിളിച്ചിട്ട് ചന്ദ്രമാമ കല്യാണാൽബം ഇവിടേക്ക് അയച്ചാ മതിയായിരുന്നു. ഇവിടുത്തെ സൗകര്യം കൂടി നോക്കിയിട്ട് വേണ്ടേ അതൊക്കെ ചെയ്യാൻ? അതിനെന്താ മോളെ, ഇവിടെ വരെ വരാൻ കുറെ ദൂരമില്ലേ? ഇത് ഇന്ന് തന്നെ അവിടെ കിട്ടില്ലേ? ഏത് കൊറിയറിലെ വിവാഹാൽബം അയച്ചതെന്ന് മണിച്ചേട്ടൻ പറഞ്ഞോ? അവൻ കൊറിയറിന്റെ പേരും ഇവിടത്തെ ഫോൺ നമ്പറും എനിക്ക് അയച്ചു തന്നു. കൊറിയറിന്റെ പേര് ചന്ദ്രമാമ പറഞ്ഞാ മതി. ട്രാക്ക് ഓൺ കൊറിയർ സർവീസ് എന്നാണ്. ട്രാക്ക് ഓൺ കൊറിയർ സർവീസ് എന്നല്ലേ? എന്റെ ദേവി. ഹരി, ആ ഫോണൊന്ന് എടുക്കൂ. ഹലോ, ട്രാക്ക് ഓൺ കൊറിയേഴ്സ്. എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വിളിച്ചതാ. പേരും അഡ്രസ് ഒന്ന് പറയാമോ മാഡം? പേര് ലക്ഷ്മി, വിലാസം മംഗലശ്ശേരി. ഒന്ന് നോക്കട്ടെ മാഡം. ഒരു ലക്ഷ്മി, മംഗലശ്ശേരി. നോക്കട്ടെ. ആ, വന്നിട്ടുണ്ട്.
ഡെലിവറി 2 മണിയാവും. ആ മാഡം വന്നിട്ടുണ്ട്. ഡെലിവറി 2 മണിയാകും. ഞാനത് അവിടെ വന്ന് വാങ്ങിച്ചോളാം. ഇങ്ങോട്ട് കൊടുത്തു വിടണ്ട. താങ്ക് യു മാഡം. ആരുടെ സഹായം ഇല്ലാതെ തന്നെ അമ്മുന്റെ വിവാഹ ആൽബം എന്റെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. അമ്മ പറയാൻ മടിച്ച അവളുടെ ഭർത്താവ് ആരെന്ന് സ്വാതി അറിയാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ശ്രീകുട്ടി, നീ എവിടേക്കാ? ഞാൻ ഉടനെ വരൂ അമ്മ. ഇന്നലെ പോയതുപോലാണെങ്കിൽ നീ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോണം. ഞാനിവിടെ ഒരു കൊറിയർ ഓഫീസ് വരെ പോകുന്നതേ ഉള്ളൂ. അമ്മുവിനെ കണ്ട നാൾ മുതല് അമ്മ ചോദിക്കാറുള്ള ഒരു ചോദ്യമില്ലേ, അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന്. എന്താ അത് ചോദിക്കാൻ പാടില്ലേ? ആദ്യം അമ്മ പറഞ്ഞു അവള് വെറുതെ താലിയും കഴുത്തിലിട്ട് നടക്കുവാണെന്ന്. അവളുടെ ബന്ധുക്കൾ ഇവിടെ വന്നപ്പോ താലി കെട്ട് നടന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ടും ഭർത്താവ് ആരാണെന്ന് അറിയില്ല. നിന്റെ ഇളക്കം കണ്ടിട്ട് അവളുടെ ഭർത്താവ് ആരാണെന്ന് നീ മനസ്സിലാക്കിയ മട്ടുണ്ടല്ലോ. മനസ്സിലാക്കാൻ ഒരല്പസമയം കൂടെ വേണം. അമ്മുവിന്റെ വിവാഹ ആൽബം ഇവിടെ ഒരു കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അത് അമ്മുവിന്റെ കയ്യില് കിട്ടുന്നതെങ്കിൽ ആരും അത് കാണാൻ പോകുന്നില്ല. അവൾ അത് ഒളിപ്പിച്ചു കളയും. ഞാൻ അവളറിയാതെ കൊറിയർ ഓഫീസിൽ പോയി അത് കൈയോടെ വാങ്ങാൻ പോവാ. അവളെ വേണ്ടാത്ത അവളുടെ ഭർത്താവിനെ കണ്ടെത്തി നീ എന്ത് ചെയ്യാനാ പോകുന്നത്? അവനവളെ രക്ഷിച്ചെന്നല്ലേ നീ പറഞ്ഞു കേൾക്കുന്ന കഥ? മാന്യമായൊരു കുടുംബജീവിതമാണ് അവന്റേതെങ്കിൽ ശ്രീകുട്ടി, നീ പലരുടെയും ജീവിതം നശിപ്പിച്ചു കളയാനാ നോക്കുന്നത്. മോളെ, നീ അതിന്റെ പിന്നാലെ പോകരുത്. അമ്മൂന് വന്ന ആൽബം അവള് വാങ്ങി വെക്കട്ടെ. അവളവനെ ആഗ്രഹിക്കാത്ത നിലയ്ക്ക് നീ ഇതിൽ ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല ശ്രീകുട്ടി. അമ്മയ്ക്കറിയോ ഇന്നലെ സഞ്ജുവിനെയും കൂട്ടി ഞാൻ എവിടേക്കാ പോയതെന്ന്? അമ്മുന്റെ നാട്ടിൽ അവളുടെ കല്യാണ ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയില്. പക്ഷെ അവിടെ നിന്ന് കല്യാണ ഫോട്ടോ കിട്ടിയില്ല. അവളുടെ ഭർത്താവ് വന്ന് മുഴുവൻ ഫോട്ടോയും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവൻ എത്ര നല്ലവനാണോ? ദൈവം എന്റെ കയ്യിൽ കൊണ്ട് തന്നതാ ആ വിവാഹ ആൽബം. ഞാനത് വേണ്ടെന്ന് വെക്കില്ല. ശ്രീകുട്ടി, ആ പയ്യൻ ആരാണെന്ന് നമുക്കറിയില്ല. എനിക്കറിയണം അവൻ ആരാണെന്ന്. അതിനുവേണ്ടിയാ ഞാൻ ഈ ഓട്ടോ ഒക്കെ ഓടുന്നത്. വലിയ പ്രശ്നങ്ങളിലേക്ക് നീ പോകുന്നത്. മോളെ, നീ അത് വിട്ടേക്ക് ശ്രീകുട്ടി. നിന്റെ അമ്മയെ പറയുന്നത്. നീ പോകരുത് ശ്രീകുട്ടി. അവളറിയാതെ കൊറിയർ ഓഫീസിൽ പോയി അത് കൈയോടെ വാങ്ങാൻ പോവാ. മാന്യമായൊരു കുടുംബജീവിതമാണ് അവന്റേതെങ്കിൽ ശ്രീകുട്ടി, നീ പലരുടെയും ജീവിതം നശിപ്പിച്ചു കളയാനാ നോക്കുന്നത്.
ദേവ എന്റെ കയ്യിൽ കൊണ്ട് തന്നതാ ആ വിവാഹ ആൽബം. ഞാനത് വേണ്ടെന്ന് വെക്കില്ല. ലക്ഷ്മിയുടെ കോളാണല്ലോ. എന്താ ലക്ഷ്മി, കൊറിയർ വന്നോ? കൊറിയറിൽ നിന്ന് വിളിച്ചത് ചേച്ചിയുടെ ഫോണിലേക്കാ. എന്നിട്ട് ചേച്ചി കൊറിയർ വാങ്ങാൻ പോയിട്ടുണ്ട്. ഏത് കൊറിയറാണെന്ന് നിനക്ക് മനസ്സിലായോ? കൊറിയറിൽ എന്താന്ന് അവൾക്ക് അറിയില്ലല്ലോ. ചേച്ചി അത് അറിഞ്ഞു കഴിഞ്ഞു. കൊറിയറിന്റെ ഉള്ളിൽ എന്താണെന്ന് അവൾ എങ്ങനെ അറിയാനാ? അത് നിന്റെ തോന്നലാണ് ലക്ഷ്മി. നീ ആവശ്യമില്ലാതെ ടെൻഷൻ ആവരുത്. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എനിക്ക് തോന്നുന്നത് ശ്രീജേടത്തി ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാ. ചേച്ചി അവൻ കൊറിയറിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. ഇനി എനിക്ക് വീട്ടിൽ നിൽക്കാനാവില്ല. ലക്ഷ്മി, നീ അവിവേകൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയാൻ തോന്നുന്നേ? നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഒരു നാടകാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാന്നാണോ? എങ്കിൽ എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു പെണ്ണാണ്. ഈ വീട്ടിലുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാനൊരു വഞ്ചികയായി നിന്നു കൊടുക്കണോ? ചേച്ചിയുടെ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ ഓർത്തോ? എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ലക്ഷ്മി, നീ ഫോൺ വെക്കരുത്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വാ. ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി. ഉടനെ ഞാൻ അവിടെ എത്തും. എന്റെ അനുവാദം ഇല്ലാതെ നീ പോയാ ഈ ജന്മം ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ഇനി എന്ത് ചെയ്യും? സഞ്ജുവിനെ വിളിച്ചാലോ? അത് വേണ്ട. അമ്മൂന്റെ വിവാഹ ഫോട്ടോ തേടി നടക്കുന്നെന്നും പറഞ്ഞ് കളിയാക്കിയ ആളാ. ഒരു വിവാഹ ഫോട്ടോയ്ക്ക് പകരം അമ്മുവിന്റെ കല്യാണ ആൽബം സഞ്ജുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വേണം സ്വാതി ഏതറ്റം വരെയും പോകുന്നു പറയാൻ. ആൽബം വന്ന വഴി പോലും സഞ്ജുവിനോട് പറയാൻ പാടില്ല. ഇതിവിടെ കിടക്കട്ടെ, വല്ല ഓട്ടോയും കിട്ടുമെന്ന് നോക്കാം. മാഡം, മംഗലശ്ശേരിയിലെ സഞ്ജുവിന്റെ മുറപ്പെണ്ണ് കാറിനെന്തോ കംപ്ലൈന്റ് ആയെന്നും പറഞ്ഞ് റോഡിൽ തനിച്ച് നിൽപ്പുണ്ട്. ശരി മാഡം. ആഹാ, വഴിയിൽ പെട്ടുപോയപ്പോ രാജകുമാരന്റെ വിളി വന്നല്ലോ. ഇപ്പൊ രാജകുമാരന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ട. നീ ഒന്ന് ഫോൺ എടുക്കണ്ട സ്വാതി.
കാണുന്നില്ലല്ലോ. ഫോൺ ചിലപ്പോ ബാഗിലാവൂ.